സുഹൃത്തുക്കളെ നമസ്കാരം. ഐറൺ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തേവക്കലാണ് വന്നിട്ടുള്ളത്. തേവക്കൽ അറിയാലോ നിങ്ങൾക്ക്, കാക്കനാടായിട്ട് ഏറ്റവും അടുത്തെടുക്കുന്ന പ്രദേശമാണ്. കാക്കനാട് സിവിൽ സ്റ്റേഷൻ ആണെങ്കിലും ഇൻഫോ പാർക്ക് ആണെങ്കിലും ഏറ്റവും അടുത്താണ്. ഏകദേശം ഇൻഫോ പാർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത്, ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അടുത്തായിട്ടാണ് നമുക്ക് വിദ്യോദയ സ്കൂൾ, തേവക്കൽ വിദ്യോദയ സ്കൂൾ ഏറ്റവും അടുത്താണ്, 1 കിലോമീറ്റർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഒരുപാട് നല്ല നല്ല വീഡിയോകളൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ഈ ചാനൽ വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഒരുപാട് വീടുകളൊക്കെ വരുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഇവിടേക്കുള്ള വഴി സൗകര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർലോക്ക് കട്ടകൾ വെച്ച് ഏകദേശം ഒരു 4 മീറ്ററോളം വഴി സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മെയിൻ റോഡിൽ നിന്ന് എറണാകുളം പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും 500 മീറ്ററുള്ള ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസിബിൾ ആണ്. ഇവിടെ ആലുവ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ടാവും. അതുപോലെ ഇവിടെ നിന്ന് ലുലു മാളിലേക്കാണെങ്കിൽ നമുക്ക് 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ അത്രത്തോളം സൗകര്യങ്ങളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഉള്ളതാണ്. പിന്നെ ഇവിടെ ഈ കോമ്പൗണ്ട് വാളിലേക്കൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ലൈഡിങ് ഗേറ്റ് ആണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നത്. സ്ലൈഡിങ് ഗേറ്റ് നല്ല വിശാലമായിട്ടുള്ള രീതിയിൽ ഒരുപാട് ഫ്രണ്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. കടുപ്പക്കല്ലുകൾ വിരിച്ചിട്ടുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 2 വലിയ വാഹനം തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിലുപരി നമുക്കിവിടെ ഒരു കവേഡ് ആയിട്ടുള്ള കാർ പോർച്ച്, അവിടെ വലിയ വാഹനം പാർക്ക് ചെയ്യാം. ഇത് കിഴക്ക് ഭാഗത്തേക്കാണ് ഇതിന്റെ ദർശനം വരുന്നത്. ഈ ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം വരുന്നത് കേട്ടോ. കിണറിലൊക്കെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമവുമില്ല, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അത് മാത്രമല്ല, അത് കൂടാതെ തന്നെ കോർപ്പറേഷൻ വാട്ടർ സൗകര്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൽ നല്ല രീതിയിൽ തന്നെ തൂണുകളിലായാലും മറ്റു മേളിലാണെങ്കിലും നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കളർ കോമ്പിനേഷനൊക്കെ ഒരു രക്ഷയില്ല, സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എലിവേഷനൊക്കെ നമുക്ക് ഒത്തിരി വരുന്നതാണെങ്കിലും നല്ല വെറൈറ്റി രീതിയിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ 2 ഭാഗത്തേക്കും നടന്നു പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. ഏകദേശം 1.5 മീറ്ററോളം വഴി സൈഡിൽ സ്ഥലം കൊടുത്തിട്ടുണ്ട്. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഇവിടെയായിട്ടാണ് വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ട് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു ഷൂ റാക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇത് പാനലാണ്, മൊത്തം പാനലാണ് ചെയ്തിരിക്കുന്നത്. അത് ഫുള്ള് തേക്കിലാണ്. ഈ ഭിത്തിയിലോ ചെയ്തിരിക്കുന്ന എല്ലാം തേക്കാണ്. അതുപോലെ മെയിൻ ഡോർ വരുന്നത് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ ലെപ്പോത്ര ഗ്രാനൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ഇവിടെ മെയിൻ ഡോറ് നല്ല രീതിയിൽ തന്നെ ഗ്ലോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ ഹാൻഡിൽസ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസ്. ഒരു കോർണർ സെറ്റ് ഒക്കെ ഇടാവുന്ന രീതിയിൽ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ഒറ്റപ്പാളികളുള്ള വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു ഫ്രെയിം, വലിയൊരു വിൻഡോ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ TV യൂണിറ്റ്, അടിപൊളി ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ലാമിനേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അടിപൊളിയായിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സ് വെക്കാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്വിച്ചസിലേക്ക് വരികയാണെങ്കിൽ ഈ സ്വിച്ച് ലെഗ്രാൻഡിന്റെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പ്രീമിയം ക്വാളിറ്റി ടൈലുകൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് ഗ്രേ കളറിൽ ഷെയ്ഡിങ് വരുന്ന ടൈലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സ് വെക്കാം. ഈ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ഒരു രക്ഷയില്ല. ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം നമുക്ക് ഡൈനിങ് സ്പേസിൽ അവൈലബിൾ ആണ്. അതുപോലെ ഈ ഭാഗത്ത് വലിയൊരു വിൻഡോ ഇവിടെ വരുന്നുണ്ട്. സ്റ്റെയർ കേസിന്റെ താഴത്ത് തന്നെ നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ളൊരു പ്രൗഷർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. വലിയൊരു സ്റ്റോറേജ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ഫേസ് കണക്ഷനാണ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ഒരു വാഷ് ബേസിൻ കൗണ്ടർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ആണെങ്കിലും നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം നല്ല വൃത്തിയായി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നോക്കുകയാണെങ്കിൽ താഴെ 2 ബെഡ്റൂം ഉണ്ട്. 2 ബെഡ്റൂമും വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടെയായിട്ടാണ് ഒരു മോഡുലർ കിച്ചൺ വരുന്നത്. അതിന് ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സ് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ.
അതുപോലെ പ്രൊഫൈൽ ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഈ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഭാഗമൊക്കെ അടിപൊളിയായിട്ട് തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആയിട്ടാണ് കിച്ചണിലേക്ക് കയറി വരുമ്പോൾ തന്നെ എൽ ഷേപ്പാണ് വരുന്നത് കേട്ടോ. അത് നാനോ വൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റ്സ് ആണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ അതും നമുക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഹോബ് വെക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹിൻഡുവറിന്റെ ഇത് വരുന്നത് ടാപ്പ് വരുന്നത് സിങ്കിന്റെ സ്ഥാനമാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട് കേട്ടോ. വർക്ക് ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കൗണ്ടർ ടോപ്പിലാണെങ്കിലും നാനോ വൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം കബോർഡ് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ രണ്ട് ഭാഗത്തും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോർ ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവിടെ അലക്കാനും ഉള്ള ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ബ്രൗഷർ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം സൗകര്യങ്ങളുണ്ട്. 4,800 ഉണ്ട് സ്ഥലം. 4,800 സ്ഥലത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മെയിൻ ഡോറ് ആഞ്ഞിലി, മറ്റുള്ള ഡോറുകൾ മഹാഗണി, ആഞ്ഞിലി മുതലായ തടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെയിൻ ഡോർ വരുന്നത് തേക്കിലാണ് വരുന്നത്. അതുപോലെ ഇവിടെയൊക്കെ കണ്ട നല്ല രീതിയിലുള്ള വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വലിയൊരു വിൻഡോ വരുന്നുണ്ട്. ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഒറ്റപ്പാളികളുള്ള വിൻഡോ. അപ്പൊ അത്രത്തോളം സൗകര്യം ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് കൺസീൽഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹിൻഡുവറിന്റെ കണ്ട ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത്. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാവോ. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഇതൊരു 10x10 സൈസിലുള്ള ബെഡ്റൂമാണ്. സീലിംഗ് വർക്ക് ആണെങ്കിലും മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ വാൾറോബ് അറ്റാച്ച്ഡ്. ഇനി നമുക്ക് മേലേക്ക് കയറണ്ടേ. അപ്പർ ലിവിങ് സ്പേസ് കാണാം. അപ്പൊ ഹാൻഡ് റെയിലൊക്കെ വേണ്ട. ഹാൻഡ് റെയിൽ മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ടഫ്ലൻഡ് ഗ്ലാസ്സിൽ മരത്തിന്റെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ അത് വേണ്ട. ഇവിടെ വലിയൊരു വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വെളിച്ചത്തിനൊന്നും യാതൊരു ക്ഷാമമില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സ് എന്തെങ്കിലും വെക്കാട്ടെ, അതൊരു ഭംഗിയാണ്. പിന്നെ ഇവിടെ പ്രൊഫൈൽ ലൈറ്റുകൾ, നേരെ സ്റ്റെയർ കേസ് കയറുമ്പോൾ തന്നെ പ്രൊഫൈൽ ലൈറ്റുകൾ, അതുപോലെ പറഗോളകൾ, ഒരു 6 പറഗോളകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 പറഗോളകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരെ അപ്പർ ലിവിങ് സ്പേസിൽ നേരെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സ് വെക്കാം. അതിനുള്ള സൗകര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്തെങ്കിലും സിസ്റ്റം എന്തെങ്കിലും വെച്ച് വർക്ക് ചെയ്യാനും കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം, ബുക്സ് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സൗകര്യം അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസ് ആണ്. മേളില് നമുക്ക് 2 ബെഡ്റൂം വരുന്നുണ്ട്. യൂട്ടിലിറ്റി സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ബെഡ്റൂം കേട്ടാ. ഇത് കുറച്ചും കൂടെ അല്പം വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം കൂടിയാണ്. ഇതും അറ്റാച്ച്ഡ് ആണ്. അപ്പൊ അടുത്ത ബെഡ്റൂമിലേക്ക് ഇടുക. ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇത് യൂട്ടിലിറ്റി സ്പേസ് ആണ് കേട്ടോ. യൂട്ടിലിറ്റി ആണ്. ഇതാണ് ഒരു ബെഡ്റൂം. ഭയങ്കര കളർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നോക്കുകയാണെങ്കിൽ ഇനി നമുക്കുള്ളത് ബാൽക്കണി യൂട്ടിലിറ്റി സ്പേസ്. ഇവിടെ ഒരു യൂട്ടിലിറ്റി വരുന്നുണ്ട്. റൂമിന്റെ അത്ര വലിപ്പമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ബ്രൗഷർ, മേളിലേക്ക് സ്റ്റെയർ കേസ് കയറി പോകാനുള്ള ഒരു സൗകര്യം. അപ്പൊ 2 സ്ഥലത്തായിട്ട് വാഷിംഗ് മെഷീൻ നമുക്ക് വെക്കാം. അപ്പൊ മേളിൽ തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് താഴെയും വെച്ചും നമുക്ക് അലക്കാനുള്ള സൗകര്യമുണ്ട്. അതിനുള്ള
സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം ഭംഗിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണി കയറി ഈ ഭാഗത്ത് നമുക്ക് ഒരു TV യൂണിറ്റ് വരുന്നത് കേട്ടോ. ഇവിടെയായിട്ടാണ് മേളിൽ തന്നെ ഒരു അടിപൊളിയായിട്ട് വിശാലമായിട്ട് ഇരുന്ന് TV കാണാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് TV വെക്കാനുള്ള ഒരു പ്രൊവിഷൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മെയിൻ ആയിട്ടുള്ള ബാൽക്കണി. അപ്പോൾ ഇതാണ് ബാൽക്കണി. മേളിൽ PVC ഒരു സെറ്റപ്പ് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്പോട്ട് ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പാം ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി സൗകര്യം തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഈ ഒരു സ്റ്റീലിന്റെ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് തന്നെ നമുക്ക് ഫ്രണ്ടിലെ എലിവേഷന് തന്നെ വളരെയധികം ഭംഗി കൂട്ടുന്നുണ്ട്. അപ്പൊ ഇത് ഹാൻഡ് റെയിൽ SS-ന്റെ ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു സൗകര്യം തന്നെയാണ്. പിന്നെ ദേ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം സൗകര്യങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട്. ഇൻഫോ പാർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് തേവക്കൽ സ്കൂള്, വിദ്യോദയ സ്കൂള്, നൈപുണ്യ, കാക്കനാട് നൈപുണ്യ, സീറ്റ്പോർട്ട് എയർപോർട്ട് റോഡ്, അതുപോലെ എയർപോർട്ടിലേക്കാണെങ്കിൽ നമുക്ക് ഈ ഇതൊന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. പിന്നെ പുതിയ മെയിൻ റോഡ് വരുന്നുണ്ടല്ലോ എയർപോർട്ടിലേക്കൊക്കെ ആയിട്ട്, അപ്പോൾ ഈസി ആക്സസിബിൾ ആണ്. പിന്നെ 2018 വെള്ളം കയറാത്തൊരു ഏരിയ കൂടിയാണിത് കേട്ടോ. 2018 വെള്ളം കയറില്ല. അതുപോലെ മഴ പെയ്താനോ കാര്യങ്ങളോ ഒന്നും വെള്ളം കയറാത്തൊരു ഏരിയയാണ്. ഹൈറ്റുള്ള പ്രദേശമാണ്. കാക്കനാട് എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസിബിൾ ആണ്. ഇൻഫോ പാർക്ക് ഉണ്ട്, സിവിൽ സ്റ്റേഷൻ ഉണ്ട്, നൈപുണ്യ സ്കൂളുണ്ട്, വിദ്യോദയ സ്കൂളുണ്ട്, ആരാധനാലയങ്ങൾ എല്ലാ വിഭാഗക്കാർക്കുള്ളതുകൊണ്ട് അത്രത്തോളം സൗകര്യമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി. 4,800 ഉണ്ട് സ്ഥലം. അതുപോലെ 2,300 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4 ബെഡ്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 1,10,00,000 രൂപയാണ്. 1,10,00,000 രൂപ. അത് നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ വിളിക്കുക, താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ വിളിക്കുക. പിന്നെ ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് അങ്ങനെയും നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാനും മറക്കരുത്. ഇത് ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്, ഫേസ്ബുക്കിലും ഉണ്ട്, യൂട്യൂബിലും ഉണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം.